നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി അറിയാതെ ആഭ്യന്തര വകുപ്പിൽ ഇന്റലിജൻസിന്റെ അന്വേഷണം. 1.5 കൊല്ലം മാത്രമായുള്ള ഒരു സർക്കാരിനെ ഉദ്യോഗസ്ഥർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ സംശയം. ആഭ്യന്തര വകുപ്പിൽ അലക്കും പിടിയും വിട്ടാൽ സർക്കാർ അട്ടിമറിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവസ്ഥ. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൽ ആരും കേൾക്കാത്ത അവസ്ഥയാണുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പിണറായി സർക്കാരിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. പട്ടാളത്തിൽ അട്ടിമറി സംഭവിക്കുന്നത് പോലെയാണ് പോലീസിലും അട്ടിമറി നടക്കുന്നത്. PV അൻവർ തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖയടക്കം പുറത്തുവിട്ട് വെല്ലുവിളിച്ച PV അൻവർ പോലീസിലെ അടക്കം രഹസ്യ വിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിലാണ് ഇന്റലിജൻസിനോട് DGP വിശദമായ റിപ്പോർട്ട് തേടിയത്. പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന 2 SP-മാരും ഒരു DYSP-യും നിരീക്ഷണത്തിലാണ്. അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നും ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രി അറിയാതെ പോലീസിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അത്ഭുതകരമായ കാര്യമാണ്. ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ട പോലീസിനെ വെല്ലുവിളിച്ചിട്ടും PV അൻവറിനെതിരെ പോലീസ് ഇതുവരെയും അന്വേഷണം ആരംഭിച്ചിട്ടില്ല. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി റിപ്പോർട്ടുകൾ അൻവർ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രഹസ്യരേഖ ചോർന്നതിനെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മൗനവുമാണ്. ആഭ്യന്തര വകുപ്പിന് ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്. നേരത്തെ താൻ ഫോൺ ചോർത്തിയതായി അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. പോലീസ് ഇതിൽ അനങ്ങിയിട്ടുമില്ല. അതിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖ പുറത്തുവിട്ടത്. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് RSS അനുഭാവികളായ പോലീസ് അട്ടിമറിച്ചുവെന്നാണ് രേഖ പുറത്തുവിട്ട് അൻവർ ആരോപിച്ചത്. കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടാണ് ചോർന്നത്. പോലീസുകാർ ഉപയോഗിക്കുന്ന അയാബ് സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യരേഖയാണ് ചോർന്നത്. വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം സ്വന്തം ഫേസ്ബുക്ക് പേജിലും ഇട്ടു. ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. മുഖ്യമന്ത്രി ഞെട്ടിപ്പോയ സംഭവമായിരുന്നു ഇത്. ചോർച്ച അന്വേഷിക്കാതെ നടപടി മാത്രം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഉയരുന്ന ചോദ്യം. അന്വേഷണ റിപ്പോർട്ട് പേട്ടയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലും പകർപ്പുകൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലുമാണ് നിലവിലുള്ളത്. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും വർഷങ്ങളോളം അന്വേഷിച്ചു. പക്ഷേ ചിലരെ മാത്രം ലക്ഷ്യവെച്ചുള്ള റിപ്പോർട്ടിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ സംശയം പ്രകടിപ്പിച്ച് സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിൽ നിരവധി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ആശ്രമം കത്തിച്ച കേസിലെ 1-ാം പ്രതി പ്രകാശ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് സഹോദരനോട് നടത്തിയ കുറ്റസമ്മതം പുറത്തുവന്നതോടുകൂടിയാണ് പ്രതികളിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നത്. ആശ്രമം കത്തിച്ച ശേഷം ഒരു റീത്തിൽ കുറിപ്പെഴുതി പ്രതി പ്രകാശ് വെച്ചിരുന്നു. കേസിൽ പ്രധാന തെളിവാകേണ്ട പ്രകാശിന്റെ കൈയക്ഷരവും റീത്തുമെല്ലാം ഇപ്പോൾ കാണാനില്ല. സ്ഥലത്തെത്തി അതിൽ നിന്നും പോലീസ് എടുത്ത റീപ്പ് പൂജപ്പുര സ്റ്റേഷനിലെ പോലീസുകാരൻ കോടതിയിൽ നിന്നും വാങ്ങിയതായി രേഖയുണ്ട്. സ്റ്റേഷനിൽ എത്തിച്ചതിന് രേഖയില്ല. ഈ പോലീസുകാരനെതിരെ റിപ്പോർട്ടിൽ നടപടിയുമില്ല. സൈബർ പോലീസാണ് നിരവധി പേരുടെ ഫോൺ വിശദാംശങ്ങൾ എടുത്തത്. CCTV ദൃശ്യങ്ങൾ ഷാഡോ പോലീസാണ് ശേഖരിച്ചത്, പ്രത്യേക സംഘത്തിന് കൈമാറിയതും. ഇതിൽ പലതും കാണാനില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. നിരവധി കാര്യങ്ങൾ കൈമാറിയ രേഖകൾ കാണാതായിട്ടും നടപടി മുൻ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിൽ രാജനും ഷാഡോ പോലീസിനെതിരെ മാത്രമായി ഒതുക്കി. റീത്ത് കാണാതായത് എങ്ങനെ എന്നതിൽ ക്രൈംബ്രാഞ്ചിന് മറുപടിയില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം CCTV ശേഖരിച്ച് നൽകുകയും ഫോൺ രേഖ പരിശോധിക്കുകയും ചെയ്ത പോലീസുകാർക്കെതിരെ എങ്ങനെ നടപടിയെടുക്കും എന്നാണ് പ്രധാന ചോദ്യം. മാത്രമല്ല, അന്വേഷണം നടത്തിയ മുൻ ക്രൈംബ്രാഞ്ച് DYSP-യും ഇപ്പോൾ BJP പ്രവർത്തകരുമായ രാജേഷ് അന്വേഷണം വരുത്തിച്ചുവെന്നാണ് അൻവറിന്റെ ആരോപണം. എന്നാൽ രാജേഷിനെതിരെ ഒരു നടപടിയും ഈ റിപ്പോർട്ടിൽ പറയുന്നുമില്ല. പോലീസ് ആസ്ഥാനത്തുണ്ടായിരുന്ന രഹസ്യരേഖകൾ എങ്ങനെ ചോർന്നുവെന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇത്തരം അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലും നടപടി ഉന്നത തലത്തിൽ എത്തുകയില്ല. കാരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് സർക്കാരിന് നാണക്കേടായി മാറും. മുമ്പും ആഭ്യന്തര വകുപ്പിൽ ഇത്തരം അട്ടിമറികൾ നടത്തിയിരുന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന അട്ടിമറി ആ സർക്കാരിനെ തന്നെ തകർത്തിരുന്നു. അന്നും ഉന്നത ഉദ്യോഗസ്ഥരാണ് സർക്കാരിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത്. അന്നും കരുണാകരൻ പക്ഷം പിടിച്ചു. ഇപ്പോൾ പിണറായി പക്ഷം പിടിക്കുന്നത് പോലെ. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ പോലീസ് മേധാവി VN രാജനായിരുന്നു. 1974 മുതൽ 1978 വരെയാണിത്. എന്നാൽ രാജൻ വെറും കളിപ്പാവയായിരുന്നു. അദ്ദേഹത്തിന് താഴെ ഉണ്ടായിരുന്ന R ജയറാം പടിക്കലാണ് പോലീസിൽ ഭരിച്ചത്. കാരണം കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു പടിക്കൽ.
ഇന്നത്തെ ദർവേഷ് സാഹിബായിരുന്നു അന്നത്തെ രാജൻ. അജിത് കുമാറിനെ പോലെ അന്ന് പഠിക്കലായിരുന്നു ക്രമസമാധാന ചുമതല. അടിയന്തരാവസ്ഥ കാലത്ത് അച്യുത മേനോനായിരുന്നു മുഖ്യമന്ത്രി, കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും. പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ സംസ്ഥാന DGP ആകാൻ പടിക്കലും മധുസൂദനനും തമ്മിൽ നടന്ന ചേരിപ്പോരായിരുന്നു വാർത്ത. അന്ന് കരുണാകരന്റെ മക്കൾ ഓരോ ചേരിയിലും നിലയുറപ്പിച്ചതും വാർത്തയായിരുന്നു. ഇപ്പോഴും കാര്യങ്ങൾ ഏതാണ്ട് അതേ മട്ടിൽ തന്നെയാണ് നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസ് DGP ദർവേഷ് സാഹിബിനെ പിന്തുണയ്ക്കുന്നത് മുമ്പ് വാർത്തയായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടാണ് അജിത്തിന്റെ ബന്ധം. പോലീസിന്റെ ഇടപെടൽ കാരണമാണ് ഇത്തരം ഒരു കനത്ത തോൽവി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടായത്. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ കഴിയുന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റതോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് തിരിച്ചറിഞ്ഞത്. പാർട്ടിയും മുന്നണിയും അങ്ങനെ പ്രതിസന്ധിയിലായി. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രിക്ക് വന്നു ചേർന്നത്. ന്യൂനപക്ഷങ്ങളിൽ നിന്നും സർക്കാർ അകന്നത് ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് പോലും പിണറായിയുടെ ഉദ്യോഗസ്ഥരുടെ അട്ടിമറി കാരണമാണ്. ന്യൂനപക്ഷങ്ങളുടെ സ്വന്തം സർക്കാർ എന്നാണ് പിണറായി വിജയൻ സർക്കാർ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ അറിയപ്പെട്ടിരുന്നത്. ഇത്തരമൊരു ധാരണയ്ക്ക് പെട്ടെന്നാണ് മാറ്റം സംഭവിച്ചത് എന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം. മുമ്പൊരിക്കലും കേരളം ദർശിച്ചിട്ടില്ലാത്ത അതിശയവും വ്യാപകവുമായ പ്രതിഷേധങ്ങളാണ് നാടിന്റെ മുക്കിലും മൂലയും പൗരത്വ വിഷയത്തിൽ മുമ്പ് അരങ്ങേറിയിട്ടുള്ളത്. ഇന്ത്യൻ ജനതയെ മതകീയമായി ഭിന്നിപ്പിക്കുന്ന കാടൻ നിയമത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ സാമുദായിക ഭേദമന്യേ ഒറ്റക്കെട്ടായി കേരള ജനത രംഗത്തിറങ്ങുകയായിരുന്നു. ഇവ പിൻവലിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2 വർഷത്തിലേറെ കടന്നുപോയിട്ടും പിൻവലിക്കാതെ നിരപരാധികളെ നിരന്തരം പോലീസ് സ്റ്റേഷനുകളും കോടതികളും കയറാൻ ഇടയാക്കുന്നത് അന്യായവും അനീതിയുമാണെന്ന് മുസ്ലിം സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് കണ്ട് ഭയപ്പെട്ടാണ് പിണറായി തീരുമാനമെടുത്തത്. എന്നാൽ അത് ഫലവത്തായില്ല. BJP-യെ തള്ളാനും വയ്യ, കൊള്ളുവാനും വയ്യ എന്ന അവസ്ഥയിലായിരിക്കുകയാണ് പിണറായി വിജയൻ. തന്റെ മകൾ വീണ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലാതെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. കേരളത്തിന്റെ ഒരു സീറ്റ് BJP നേടിയതുകൊണ്ടാണ് തൽക്കാലം രക്ഷപ്പെട്ടത്. തിരുവനന്തപുരം, തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ CPI സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ നീക്കം മനസ്സിലാക്കി മുന്നണിയിൽ തന്റെ നിലപാട് കർശനമാക്കി. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും CPM-ന് ഉണ്ടായിരുന്നു. ഇത് കേരള കോൺഗ്രസ് മനസ്സിലായി. പാർട്ടിയുടെ അലക്കും പിടിയും ഗോവിന്ദന്റെ കയ്യിൽ ഭദ്രമാണ്. MV ഗോവിന്ദനാകട്ടെ പിണറായിയെ പൂർണ്ണമായി നിരാകരിക്കുന്ന നിലപാടാണ് പിന്തുടരുന്നത്. മുഖ്യമന്ത്രിയുടെ ഇമേജ് മോശമാണെന്നും സർക്കാരിന് സൽപ്പേരില്ല എന്നും CPM-ന്റെ യോഗങ്ങളിൽ തന്നെ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതേയില്ല. മുഖ്യമന്ത്രി വിവിധ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. CPM സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത്രയധികം പ്രതിസന്ധി ഇതിനു മുമ്പ് ഒരിക്കലും പിണറായി വിജയൻ അനുഭവിച്ചിട്ടുമില്ല. ഉദ്യോഗസ്ഥ തല അട്ടിമറി കാരണം ന്യൂനപക്ഷങ്ങൾ അകന്നതാണ് CPM-നെ ഭയപ്പെടുത്തുന്നത്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് സർക്കാരിലുണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായി ഇല്ലാതെയായി. ഏതായാലും സർക്കാർ തീർത്തും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഭരണത്തിന്റെ ഹൃദയത്തിലാണ് അട്ടിമറി ഉണ്ടായിരിക്കുന്നത്.